ഓണം എന്നത് ഒരു വിപണിയുടെ ആഘോഷം കൂടിയാണ്. അപ്പോൾ എന്താണ് ഓണക്കാലത്ത് കേരളത്തിലെ വിപണികൾക്ക് പറയാനുള്ളത്? വിലക്കയറ്റമുണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ ഓണം ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ വിപണികളിലേക്കൊക്കെ നമ്മൾ പോകും. നേരത്തെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കും. അപ്പോൾ മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ മഴയൊക്കെ ഉള്ളത് കൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ആളുകൾ അതിന്റെ ഓണം ഷോപ്പിംഗ് ഒക്കെ നടത്താറുണ്ട്. ഇത്തവണയും അങ്ങനെ നേരത്തെ തന്നെ നടത്താമെന്ന് എല്ലാവരും കരുതുന്നുണ്ടാകും. അപ്പോൾ എന്താണ് ഓണവിപണിയിലെ കാഴ്ചകൾ? പാളയം മാർക്കറ്റിൽ നിന്ന് രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ ഓണത്തിന് ഒരുങ്ങുകയാണ് ഇവിടെ നമ്മൾ അത്തച്ചമയ ആഘോഷത്തിന്റെ വേദിയിൽ നിൽക്കുകയാണ്. വിപണിയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? വിലക്കയറ്റമുണ്ടോ? ഇപ്പൊ സപ്ലൈകോയിലൊക്കെ ഏതിനൊക്കെയോ വില കൂടിയതൊക്കെ ഇന്നലെ വലിയ ചർച്ചയായി, വാർത്തയായി. അപ്പോൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കൂടുന്നു എന്നൊക്കെയുള്ള വാർത്തകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ വിപണി ഇടപെടലിനെ പറ്റിയൊക്കെ സർക്കാർ പറയുന്നുണ്ട്. എന്താണ് പാളയം മാർക്കറ്റിലെ വിവരങ്ങൾ, രാഹുൽ? വിജയകുമാർ, ഓണം എന്നാൽ മലയാളികൾക്ക് സദ്യയാണ്. ആ സദ്യവട്ടം ഒരുക്കേണ്ടത്, സദ്യ ഒരുക്കാനുള്ള പച്ചക്കറികൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ നിന്നുമാണ് വാങ്ങുന്നത്. കോഴിക്കോട് പാളയം മാർക്കറ്റിന്റെ സവിശേഷത എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, പൂക്കൾ ഉൾപ്പെടെ ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പാളയം പച്ചക്കറി മാർക്കറ്റ് എന്ന് പറയുന്നത്. രാവിലെ തന്നെ വിപണി സജീവമാവുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള പച്ചക്കറികൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരത് വേർതിരിച്ച് വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിരത്തി വെക്കുന്ന ഒരു തിരക്കുകളിൽ കൂടിയാണ്. 10 മണിയോട് കൂടിയാണ് സാധാരണ ഇവിടെ മാർക്കറ്റുകൾ സജീവമാവുന്നത്. പക്ഷേ പുലർച്ചെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സാധനങ്ങൾ എത്തുന്നുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഇനി 10 ദിവസം കൂടി ഉണ്ട്. ഇന്ന് അത്തം പിറന്നതേ ഉള്ളൂ. ഇനി 10 ദിവസം കൂടി ഉണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പച്ചക്കറികളുടെയൊക്കെ വില എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടുത്തെ വ്യാപാരികളോട് തന്നെ ചോദിക്കാം. എന്താണ് ചേട്ടാ നിലവിലെ മാർക്കറ്റിലെ സാഹചര്യം? ഇപ്പൊ സാഹചര്യത്തിൽ ഒന്നിനും വില കൂടിയിട്ടില്ല. കാരണം വിപണി ഒന്നും എന്താ പറയുക ഉഷാറായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പം നമ്മുടെ പാളയം പച്ചക്കറി മാർക്കറ്റിനെ സംബന്ധിച്ചോളം സാധാരണ വരുന്ന രീതിയിൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലൊന്നും വന്നില്ല. പിന്നെ ഓണാഘോഷമായിട്ട് വലിയ പരിപാടികളൊന്നും കാണുന്നില്ല. പൊതുപരിപാടികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വലിയ പരിപാടികൾ, പിന്നെ പച്ചക്കറിക്കും ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. 1-2 സാധനങ്ങൾക്ക് മാത്രമേ വില കൂടി നിൽക്കുന്നുള്ളൂ. പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഈ പച്ചക്കറി നിലവിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളുടെ വിലയൊന്ന് പറഞ്ഞു കൊടുക്കാമോ? എന്തിനു വേണം വില പറയാമല്ലോ. കാരണം ഇപ്പം കാര്യമായിട്ട് വില കൂടുന്നതാണ് പയറ്, വെണ്ട, അങ്ങനെയുള്ള സാധനങ്ങളാണ് സാധാരണ വില കൂടാറ്. ഇപ്പം അതൊന്നും വില കൂടിയിട്ടില്ല. ഇപ്പോൾ ഒരു നിലവാരം സാധാരണ തന്നെ ഒരു 45 റുപ്യ 25 റുപ്യക്ക് വെണ്ടയ്ക്കൊക്കെ ഉള്ളൂ. അത് പുറമേ ഉൽപ്പന്ന 20-25 റുപ്യ വിലയേ ഉള്ളൂ. അതേമാതിരി പയർ 50 രൂപ, 50 രൂപ, 55 രൂപയാണ് പയറിൻ്റെ ഹോൾസെയിൽ റേറ്റ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. ഞങ്ങൾ പുറമേയുള്ള പിന്നെ കുറച്ചും കൂടി മാറ്റങ്ങൾ വരും എന്ന രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ട്. അതേമാതിരി മുരിങ്ങക്കായി ആണെങ്കിലും തക്കാളി ആണെങ്കിലും അങ്ങനെയുള്ള സാധനം ചെറിയ ഒരു വേരിയേഷൻ വന്നിരുന്നത്. ഒന്ന് ഉള്ളി, അതാ വെളുത്തുള്ളി, ചെറുള്ളി, അത് 3 സാധനത്തിന് കുറച്ച് വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് വേറെ 100 രൂപ കൂടുതൽ നിൽക്കുന്ന 100 രൂപ കൂടുന്ന ഒന്ന് വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. വേറെ ഒരു സാധനത്തിന് 100 രൂപ. ബാക്കിയൊക്കെ മുരിങ്ങയാണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും വഴുതിനാണെങ്കിലും മത്തൻ, ഇളമൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 50 രൂപ, അതിൽ 30, 20, 25 അങ്ങനെയുള്ള റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഇത്തവണത്തെ ഓണത്തിന്. അങ്ങനെ തന്നെ. കാരണം ജനങ്ങൾക്ക് പണമില്ല. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ ഇതേ രീതിയിൽ തന്നെ പോട്ടെ എന്ന് ഞങ്ങളെ ആഗ്രഹം. കാരണം വില കൂടി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതേ ലെവലിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആശ്വാസമായിരിക്കും. എങ്ങനെയുണ്ട്? അത്തം പിറന്നു, ഇനി തിരുവോണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷെ ഒരാഴ്ച മുമ്പൊക്കെ നോക്കിയാൽ മതി തിരക്ക്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ തന്നെ പോവുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞാൽ ഒന്ന് തിരക്കൊക്കെ ആവും. ഇപ്പോൾ പച്ചക്കറി പൊതുവെ എല്ലാം ഇപ്പോൾ സീസണാണ്. ഇപ്പോൾ പച്ചക്കറി വരുന്ന സമയം. ഇപ്പോൾ അതുകൊണ്ട് വില ഒന്നും കൂടിയില്ല. കൂടാൻ ചാൻസ് കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ ഒരു 3 ദിവസം മുമ്പ് കൂടും. ഓണത്തിന്റെ ഒരു 3-4 ദിവസം മുമ്പേ കൂടുള്ളൂ. ബാക്കി എല്ലാ സാധനം ഉണ്ട് ഇപ്പോൾ. വിജയകുമാർ, നിലവിലെ മാർക്കറ്റിലെ സാഹചര്യം അതാണ്. നിലവിൽ ന്യായവില മാത്രമാണ് എല്ലാ പച്ചക്കറിക്കും ഉള്ളത്. പക്ഷെ ഇവർ പറഞ്ഞ പോലെ തന്നെ വരും ദിവസങ്ങളിൽ പച്ചക്കറി വില കൂടുമോ എന്നറിയില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം പച്ചക്കറിക്ക് ന്യായവിലയാണ്. 100 രൂപയിൽ താഴെയാണ് എല്ലാ വിഭവങ്ങൾക്കും. രാഹുൽ വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിന്ന്. ഇപ്പോഴത്തെ നിലയിൽ ഓണവിപണിയിൽ വലിയ വിലക്കയറ്റമൊന്നുമില്ല. പച്ചക്കറിക്കൊക്കെ ന്യായവില മാത്രമേ ഉള്ളൂ. ഇനി ഓണക്കാലം ആകുമ്പോഴേക്ക് വില കൂടുമോ എന്ന് നമുക്കറിയില്ല. നിലവിൽ വലിയ വിലക്കയറ്റമൊന്നുമില്ല വിപണിയിൽ, പ്രത്യേകിച്ച് പച്ചക്കറി വിപണിയിൽ എന്നാണ് പാളയം മാർക്കറ്റിലെ വിവരങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.